ഹലോ നമസ്കാരം. എല്ലാ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്കും എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം ഞാൻ ഇന്നും ഒരു ബിഗ് ബോസ് റിലേറ്റഡ് റിവ്യൂ അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. മറ്റാരുമല്ല, നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ജിൻഡോനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഫിറ്റ്നസ് ട്രെയിനി എന്ന നിലയ്ക്ക് അദ്ദേഹം വന്നു. അപ്പോൾ ആദ്യമൊക്കെ അതിൽ ഭയങ്കര കോമഡി പീസായിട്ട്, അല്ലെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര ഒരു റഫ് ആൻഡ് ടഫ് ക്യാരക്ടറായിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് വീക്ക് തൊട്ട് ഭയങ്കര ഒരു ഡാൻസൊക്കെ ചെയ്ത് നല്ല രസമുള്ള കോമഡി പീസായിട്ടാണ് പിന്നെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ജിൻഡോൻ്റെ. പക്ഷെ അതിൽ നിന്ന് ഇറങ്ങിപ്പോയ കണ്ടസ്റ്റൻ്റായിട്ടുള്ള നമ്മൾ സിബിനൊക്കെ പറഞ്ഞ പോലെ ഏറ്റവും കണ്ടൻറ്റ് ഒരുപാട് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് ആ ഒരു ബിഗ് ബോസ് ഷോയിൽ കൊടുക്കുന്നത് നമ്മുടെ ജിൻഡപ്പനാന്നൊക്കെ പറയുന്നത് കേട്ടും. എന്നിട്ട് സിബിൻ്റെ വേറൊരു വാക്കും കൂടി പറയുന്നത് കേട്ടു. സിബിൻ കുറച്ച് ഇതിന് വിവാദത്തിലൊക്കെ ഇറങ്ങി പുറപ്പെടുന്ന ആളാണല്ലോ. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, നമ്മുടെ ജാസ്മിന് ഫേവർ ചെയ്തുകൊണ്ട് ബിഗ് ബോസ് ക്രൂ കുറച്ച് കളി കളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിറയെ ജാസ്മിൻ മയമാണ് ബിബിയിൽ നിറയെ. അപ്പോൾ ജിൻഡോൻ്റെ ഒരു കണ്ടൻറ്റ് എലമെൻറ്റും ഒന്നും എപ്പിസോഡിൽ വരുന്നില്ല എന്നൊക്കെ നമ്മുടെ സിബിൻ പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും തോന്നിയോ എന്നൊക്കെ ഒന്ന് കമൻ്റായിട്ട് പറയാം കേട്ടോ. അപ്പം ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കാൻ, അല്ലെങ്കിൽ ബിഗ് ബോസ് ഓരോ എപ്പിസോഡിനെ കുറിച്ച്, ഓരോ ഇൻസിഡൻറ്റിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ പലപ്പോഴായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യാറുണ്ട്. ഞാൻ ആരുടെയും PR അല്ല, ഓക്കെ. അപ്പോൾ ചില വീഡിയോസിൻ്റെയൊക്കെ അടിയിൽ വരുന്ന കമൻറ്റ് എന്ന് പറയുന്നത്, ഞാൻ ചിലപ്പോൾ ജാസ്മിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഒരിക്കലും ഞാനൊരു ജാസ്മിനെ ഫേവർ ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു PR വർക്കോ അങ്ങനെയൊന്നും അല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ചില കണ്ടസ്റ്റൻറ്റിന് പുറത്തുള്ളൊരു സപ്പോർട്ടൊക്കെ ഇപ്പം നന്നായിട്ടുണ്ട്. അല്ലെങ്കിൽ ജാസ്മിന് ഇപ്പോൾ ഒരു ഗബ്രിയുടെ എവിക്ഷന് ശേഷം ജാസ്മിന് വൻതോതിൽ സപ്പോർട്ട് കൂടിയതായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനാണ് ഞാൻ ഓരോ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണാത്തവർ പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ജിൻഡോനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ, ജിൻഡോ ഇങ്ങനെയൊക്കെ ഓരോ മിക്സഡ് വേർഷൻ ഓഫ് ജിൻഡോ ആണ് ഓരോ ടൈമിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് നന്നായിട്ട് പ്രതികരിക്കുന്ന കാണാം, ചില സമയത്ത് നല്ല തമാശകൾ പറയുന്നതാണ്, ചില സമയത്ത് നന്നായിട്ട് ടാസ്ക് ഗെയിമൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നതാണ്. അപ്പം നല്ലൊരു എൻ്റർടൈനറാണ്. ആ ഷോയ്ക്ക് പറ്റിയ ഒരാൾ തന്നെയാണ്. ബിഗ് ബോസിന് നമുക്ക് ആദ്യമൊക്കെ തോന്നിയിരുന്നു എന്തൊക്കെയാണ് പറയുന്നതെന്ന് ജിൻഡോക്ക് തന്നെ മനസ്സിലാവാത്ത പോലെ തോന്നി. പക്ഷെ പോകെ ജിൻഡോ ഒരു പെർഫെക്റ്റ് ആണ് ബിഗ് ബോസിന് എന്നുള്ള ഒരു എന്താ പറയേണ്ട, ഒരു നിഗമനത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജിൻഡോയ്ക്ക് ഇത്രയും ഫാൻസും വന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു ഫാൻസ് പവർ ജിൻഡോനുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം. ടോപ്പ് 5 എന്തായാലും 100% ഷുവറാണ് ജിൻഡോ. അപ്പോൾ അതിലൊരു മത്സരം എന്ന് പറയാൻ നോക്കുകയാണ്, നമുക്കിപ്പം പൊതുവേ ഉള്ളൊരു പുറത്തുള്ളൊരു ഫാൻസിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു പവർ നോക്കുകയാണെങ്കിൽ ജിൻഡോ ജാസ്മിനെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാ പേജിലും, ഇപ്പോൾ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും അവരുടെ ഒരു ഫാൻസിൻ്റെ ഒരു ഇളക്കം, അല്ലെങ്കിൽ അവരുടെ ഒരു പവർ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ജിൻഡോ ജാസ്മിൻ തന്നെയാണ്. ഇത്രത്തോളം ഒരു ഓളമൊന്നും വേറെ ഒരു കണ്ടസ്റ്റൻറ്റിനും ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നിങ്ങളും പറയൂ, നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാണ്, അവരെക്കുറിച്ച് നിങ്ങളും കമൻറ്റ് സെക്ഷനിൽ വന്ന് സംസാരിക്കും കേട്ടോ. പിന്നെ അതുകൂടാതെ ഞാൻ പറയാനുണ്ടായത്, ജിൻഡോ ഭയങ്കര നിഷ്കളങ്കനാണ്. ജിൻഡോയ്ക്ക് ഇത്രയധികം പ്രേക്ഷക പിന്തുണ ഉണ്ടാവാൻ ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഭയങ്കര ഒരു സെൻസിറ്റീവാണ് ആൾ. അതുകൂടാതെ ഭയങ്കര നിഷ്കളങ്കനാണ്. പിന്നെ ഈ അമ്മയായിട്ടൊക്കെയുള്ള എപ്പിസോഡ് നമ്മൾ കണ്ടു ഇന്നലെയൊക്കെ. ഭയങ്കര ക്യൂട്ടൊരു മംസ് ബോയ്, ഒരു അമ്മയുടെ കുട്ടിയായിട്ടൊക്കെ നല്ലൊരു ക്യൂട്ട്നെസ് ഉണ്ട് ജിൻഡോ. ഇത്ര എന്ന് പറഞ്ഞാൽ വലിയൊരു മനുഷ്യനാണ് കാണാനൊക്കെ, നല്ല ഫിറ്റ് ബോഡിയൊക്കെ ആയിട്ട്, പക്ഷെ മനസ്സ് ഒരു കുഞ്ഞുങ്ങളെ പോലെ ആയിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിന് തന്നെ ഒരുപാട് ഫാൻസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു. നല്ല രസമാണ് ജിൻഡോയുടെ ആക്റ്റൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ. ഇത് കോമഡി ആയാലും ഭയങ്കര സീരിയസ് റോളായാലും എന്തെങ്കിലും പറയേണ്ട കാര്യമായാലും ഒക്കെ ഒരു ജിൻഡോയുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജിൻഡോ ചേട്ടനെക്കുറിച്ച്, ജിൻഡപ്പനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെയും കമൻസൊക്കെ എൻ്റെ യൂട്യൂബിൽ ഈ വീഡിയോയുടെ അണ്ടറിൽ വന്ന് അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.